അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കാൻ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും ലൈക്കിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വൈകിട്ടൊക്കെ പട്ടാമ്പി പോയപ്പോൾ കുറച്ച് മീൻ മേടിച്ചു കൊണ്ടുവന്നാണ്. ചൂരമീനും പിന്നെ കുറച്ച് മത്തിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂര എപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നാലും ഇവിടെ വന്നിട്ടാണ് ചൂരമീനൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. 2 തേങ്ങ, പിന്നെ കുറച്ച് സബോള, തക്കാളി, പച്ചമുളക്, ഒരു ചെറിയൊരു പാക്കറ്റ് വെളിച്ചെണ്ണ, 200ൻ്റെ പാക്കറ്റാണ് കേട്ടോ അത്. പിന്നെ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. തേങ്ങയൊന്നും ഇപ്പോൾ അധികം അവിടെ നിന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പം മീൻ മേടിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ വന്നിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. അവിടെ നിന്ന് മുറിച്ച് മേടിക്കില്ല. ഇവിടെ വന്ന് നല്ല പാകത്തിനും രീതിക്കും ഇക്കാൻ്റേതായ ഒരു തനിയായ രീതിയുണ്ട്. അതിൽ തന്നെ കട്ട് ചെയ്യുള്ളൂ. മുൾഭാഗമൊക്കെ വേറെ മുറിച്ച് മാറ്റും, അതുപോലെ ഇറച്ചിയുള്ളവിടം വേറെ മാറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പൊരിച്ച് കൊടുക്കുകയാണെങ്കിലും കറി വെച്ച് കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പേടിയൊന്നുമില്ല, ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ തലയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായി കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇവിടെ തല വയ്ക്കുന്നതാണെങ്കിൽ ഇക്കയും മോളും തന്നെ തലയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവർ നേരാക്കി തരുമ്പോൾ മീൻ കടയിൽ നിന്ന് നേരാക്കുമ്പോൾ തലയൊന്നും ശരിക്കും വൃത്തിക്ക് നേരാക്കി കിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ 3/4 ഭാഗം അവർ വേസ്റ്റിൽ തന്നെ ഇട്ട് കളയും. അതുകൊണ്ടാണ് ഇക്ക ചൂരമീൻ മേടിക്കുമ്പോൾ, ചൂരമീനില്ല ഏത് വലിയ മീൻ മേടിക്കുകയാണെങ്കിലും അവരിവിടെ കൊണ്ടുവന്നിട്ട് തന്നെ എല്ലാം കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരകലും അരക്കലും അങ്ങനെയുള്ള ചെറിയ ഓരോ പണികളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ മീൻ കറിക്കുള്ള അരപ്പൊക്കെ വേഗം അരച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് തേങ്ങയിലും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകം ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. മാത്രമല്ല രാത്രി തന്നെ പണി കഴിഞ്ഞ് വെച്ചാൽ രാവിലെ നമുക്ക് വളരെ എളുപ്പമാണല്ലോ അല്ലേ. അപ്പോൾ കറി വയ്ക്കുന്ന പണിയൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ ഈ സമയം നല്ല മഴയൊക്കെ അവിടെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്ക മീൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാളത്തെ വെട്ടും മുടങ്ങുവാണാവുമെന്ന് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാളത്തെ വെട്ടും, അതായത് ഇന്ന് കേട്ടോ, ഈ വോയിസ് കൊടുക്കുന്ന ഇന്നും വെട്ടാനൊന്നും കഴിഞ്ഞില്ല. നല്ല മഴയായിരുന്നു. പോയി നോക്കിയപ്പോൾ ഒരു മരം പോലും വെട്ടാൻ പറ്റിയില്ല കേട്ടോ, നനഞ്ഞത് കാരണം. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ പണിയും അങ്ങോട്ട് പോയി കിട്ടി. ഇന്ന് മാഷാ അല്ലാ ഇന്ന് പണിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കിതാ ചായ അയ്യാങ്കുട്ടിനുള്ളിലേക്ക് വാതിലടക്കി. എവിടെ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് വന്നാൽ കോപ്പിറൈറ്റ് അത്ര നേരെ വീഡിയോ എടുക്കാൻ വിളിക്കുന്നത്. അവനെ കുറെ നേരമായി വീഡിയോ എടുക്കാൻ വിളിക്കുന്നത്. അവനെ തന്നെ വീഡിയോ എടുക്കാൻ കുറെ നേരമായി വിളിക്കുന്നത്. സലൂ കിച്ചൻ വളപുരമുള്ളതിലെ ഇതാണ് സലീന താത്താവത്തുണ്ട്. അതിന് വലിയ അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കണ്ടത്. അതിനെന്നാ മെരത്തിട്ടാണ് വല്യമ്മാനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത്. നിങ്ങളോ എത്ര പറഞ്ഞാലും ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ എന്തൊക്കെ പറയണറിയോ? വല്യമ്മ സ്കൂളിലേക്ക് മദ്രസയ്ക്കും പോകണല്ലോ. അതെന്താ അതങ്ങനെ? സ്കൂളിലേക്ക് മദ്രസയ്ക്കും പോകണ വീഡിയോ എടുത്ത് തരാൻ പറ്റില്ലേ? വല്യമ്മ അങ്ങനെയൊക്കെയാണോ വീഡിയോ എടുത്ത് കൊടുക്കുന്നത്? ചായ റെഡി, ചായ റെഡി, ചായ റെഡി. ബാബുക്കുട്ടിന് എന്ത് കേട്ടി? ബാബ അടിച്ച എന്റെ സ്വത്തിനെ എവിടെ അടിച്ച്? എവിടെ അടിച്ചു ബാബ? തല്ലി വിടയല്ല. ഞാൻ സലൂ കിച്ചൻ വളപുരം എടുത്ത് നോക്ക്.
അവന്റെ ചാനൽ നല്ല വീവ് ഉണ്ട് അവർക്ക്. നമുക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇത്രയും വീഡിയോ ഒക്കെ എടുത്ത് രാപ്പാഴ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് ഈ ചായ വാപ്പാക്ക് ഓണാക്കിട്ടല്ലേ പറയുന്നത്. ഉള്ളതുള്ള പോലെ പറയുക. ആ ചായ വാപ്പാക്ക്. അയാൾ കുട്ടി പോയി വാപ്പന് ചായ കുടിക്കാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ റെഡിയായി. എനിക്കും വാവയ്ക്കും ഇക്കാക്കും ചായ, അയാൻകുട്ടിക്കും ആദിലിനും പാൽ ചായ, പാലും വെള്ളം. ഈ കുട്ടികളിലൊന്നും വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വേഗം വരികയില്ല. കയ്യും കാലും കുറേ നേരം പിടിക്കണം. പിന്നെ അവർ ഒരു 10 മിനിറ്റ് വീഡിയോ എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ അവർക്ക് ഫോൺ വേണം. എൻ്റെ നെറ്റും തീരും. എന്താ സ്നേഹം കാക്കുവിനോട്. എൻ്റെ കുട്ടിക്ക് അവിലൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കണേണ്ടില്ലേ അല്ലേ അയ്യാനെ? ഇത് രാവിലെ ഉപ്മാവ് ഉണ്ടാക്കാനാണ്. സേമിയ ഓർമ്മശരി. ആദ്യം നീ പോയിട്ട് ഒരു ഷർട്ട് എടുത്തിട്. പോടാ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.